ഹേ ഗായ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും ഞാൻ വന്നിട്ട് ഹൂറിൻ്റെ വീട്ടിൽ തന്നെയാണ്. സോ നമ്മുടെ സ്റ്റേക്കേഷൻ ഡേ 2 ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം നീച്ച് വന്നതൊക്കെ ലേറ്റായിട്ട് ഏകദേശം 10:30 ആയിട്ടാണ് നീച്ച് വന്നത്. കാരണം ഇന്നലെ രാത്രി കുറേ ഇരുന്ന് സംസാരിച്ച് നമുക്ക് ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പം അങ്ങനെ ലേറ്റായിട്ടാണ് നീച്ച് വന്നത്. നീച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മസാല ചായ കിട്ടി. അപ്പം ഞാൻ നീച്ച് വരുമ്പോഴത്തേക്കും ഊറി ഇങ്ങനെ കിളിയും പോയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം വീട് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടൊരു ചേച്ചിയൊക്കെ വന്നിരുന്നു രാവിലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞേരെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ രാവിലെ കാര്യമായിട്ട് അങ്ങനെയൊന്നും കഴിച്ചില്ല. അതായത് ഈ എന്താ പറയുക, കക്കിരിയും ക്യാരറ്റും പിന്നെ മറ്റേ ഉരുളക്കിഴങ്ങും, ഇതാണ് ആക്ച്വലി നമ്മൾ രാവിലെ കഴിച്ചത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഡയറ്റൊക്കെ എടുത്ത് തുടങ്ങിയതിന് അപ്പോഴത്തേക്കാണ് നേരെ ഹൂറിൻ്റെ വീട്ടിൽ പോയത്. പിന്നെ പറയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഒരു ചീറ്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒഫീഷ്യലി നമുക്ക് ഇന്നൊരു ചീറ്റ് ഡേ ആണ്. ഓക്കെ, അപ്പം ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് നമ്മുടെ ഹൂറിൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടി ഒന്ന് നടന്ന് കളിച്ചു. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ മൊത്തത്തിൽ. എന്താ പറയുക, നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് നല്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കളിച്ച്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഗ്രില്ല് കണ്ടോ, ഗ്രില്ലല്ല, ഇതിനെന്താ പറയുക, എന്തോ ഒരു സാധനം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇവിടെ വന്നതിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് മതിലിന് പകരമായിട്ട് ഇതുപോലൊരു സാധനം, അത് കൊള്ളായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കറക്റ്റ് ഉച്ചയായ സമയത്ത് ഞാനും പവിത്രനും ഹൂറിയും കൂടെ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിലേക്കാണ് ഇന്ന് പോണത്. അതായത് രാവിലെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇനി നേരെ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ് പോണേ. അപ്പം ഇവിടുന്ന് ഇപ്പം നമ്മൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഓക്കെ, തേഞ്ഞിപ്പാലം ലൊക്കേഷനാണ് നമ്മളുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. അങ്ങനെ നമ്മൾ ഫൈനലി ഹൈലൈറ്റ് മാളിലെത്തി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഈ ബുക്കുകളൊക്കെ ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക, ഹാഫ് പ്രൈസിനൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് വയ്ക്കി, കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ എല്ലാ ബുക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അത് തന്നെ. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ വെസ്റ്റ് സൈഡിൽ കയറി. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അത് കൂടാണ്ട് നല്ല എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനും കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത കേട്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞിട്ടുള്ള കയറുമ്പോൾ വിചാരിച്ചാൽ നല്ല നല്ല മുടിഞ്ഞ റേറ്റാവും എല്ലാ സാധനങ്ങൾക്കും, ഭയങ്കര റേറ്റാവും. സ്വതവേ അങ്ങനെയാണല്ലോ വെസ്റ്റ് സൈഡിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ അത്യാവശ്യം നല്ല നല്ല അടിപൊളി സാധനങ്ങളുണ്ട് വിത്ത് ഗുഡ് പ്രൈസിന് കേട്ടോ. പിന്നെ ഹൂറി ഇപ്പോൾ 4 ദിവസമായി ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോ ഓഫുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൂറിക്ക് ഈ പറഞ്ഞ മാതിരി എന്താണ് ഹുഡി, അപ്പോൾ ഹുഡി ഇട്ടിട്ട് ജിമ്മിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഹുഡി ഇങ്ങനെ ഇട്ടിട്ട് സ്ലോ മോഷനിൽ നടന്നു വരാനായിട്ട് നമ്മളൊരു പ്രത്യേക ഒരു സാധനം മേടിച്ച് അവിടെ നിന്ന് തപ്പിപ്പിടിച്ച് മേടിച്ച് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച്. പിന്നെ മൊത്തം നമ്മൾ പവിത്രന് ഡ്രസ്സ് എടുക്കില്ലേനു. അങ്ങനെ കുറേ നേരം പവിത്രന് ഡ്രസ്സ് എടുക്കുന്നതിലാണ് നമ്മളുടെ സമയം മൊത്തം പോയത്. കാരണം മൂപ്പർ ഒരു ഡ്രസ്സ് എടുക്കും, അതിട്ട് വെക്കും, അതൊക്കെ എല്ലാം പറയും, പിന്നിടും അങ്ങനെ 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 അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 3:30. ഇപ്പോൾ 3:30 ആയപ്പോൾ നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിൽ തന്നെയുള്ള ഫർസയിൽ കയറി കേട്ടോ. ഫർസയിൽ കയറി ഭയങ്കര വിശപ്പുണ്ടേനു, ഒരു ആനേനെ മുഴുവനായിട്ട് തിന്നാനുള്ള വിശപ്പുണ്ടേനു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സൂപ്പിൽ നിന്ന് തുടങ്ങി, പിന്നെ മന്തി ഉണ്ടേനു, ബിരിയാണി ഉണ്ടേനു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല സമാധാനമായി നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരം ആ ഫർസേൻ്റെ മുന്നിലുള്ള സോഫയിൽ കുറച്ച് നേരം പോയി ഇരുന്ന് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതുപോലെ കുറച്ച് എന്താ പറയുക, സ്റ്റോറിൽ കയറി. ഇവിടെ കുറേ എന്താ പറയുക, വീടുകളിലൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന നല്ല ഡെക്കോർ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. കാണാൻ മാത്രമല്ല അവിടെ നല്ല റേറ്റും ഉണ്ട്. അതിന് മുടിഞ്ഞ പൈസയാണ് ഓരോ സാധനങ്ങൾക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മളുടെ ഹൈലൈറ്റ് മാളിൽ തന്നെയുള്ള ഹഗ്ഗേ മഗ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. നേരെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമുക്ക് 5 മണി ആവാനായിട്ടോ. നമ്മൾ പുറത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ നല്ലൊരു മഴയൊക്കെ പെയ്തൊരു ലക്ഷണം ഉണ്ടേനു. കാരണം ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലായപ്പം കാര്യമായിട്ടൊന്നും അറിഞ്ഞില്ലേനു. പുറത്തെത്തിയപ്പോൾ നല്ല മഴ പെയ്ത ലക്ഷണം റോഡിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ പെരുമഴ എന്ന് വെച്ചാൽ ഹെവി മഴ.
അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലുണ്ടി ബീച്ചിലേക്കാണ് കേട്ടോ. അതായത് കടലുണ്ടി പറയുമ്പോൾ എൻ്റെ ലൊക്കേഷൻ എത്തി. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ എന്നെ വീട്ടിലേക്ക് ആക്കി തരാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ കടലുണ്ടി ഇപ്പോൾ ഫൈനലി എത്തി നിൽക്കുന്നത് കേട്ടോ. ഇവിടെ എത്തിയപ്പം പെരുമഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ ഒടുക്കത്തെ മഴ. അപ്പോൾ നമ്മൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ആകെ മൊത്തം അലമ്പായി ഗൈസ്. കൊടി എടുത്തില്ലേനു, ഒന്നും എടുത്തില്ല. അങ്ങനെ കാറാണെങ്കിൽ അപ്പുറം എവിടെയോ ആണ് പവിത്രം കൊണ്ടുപോയി പാർക്ക് ചെയ്തത്. പിന്നെ അവിടേക്ക് നമ്മൾ ഓടിപ്പോയിട്ടാണ് കാറിൻ്റെ ഉള്ളിൽ കയറിയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ പവിത്രനും ഹൂറി എല്ലാവരും മീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു ഗൈസ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.